US-ഇറാൻ സംഘർഷം വൻ വ്യോമാക്രമണങ്ങളിലേക്കും കടൽപ്പോരിലേക്കും വഴിമാറുന്നു. തുടർച്ചയായ 12ാം രാത്രിയിലും US സേന ഇറാന് നേരെ അതിശക്തമായ ബോംബാക്രമണം നടത്തി. ഇറാന്റെ തീരദേശ നഗരങ്ങളായ ബുഷേഹർ, അഹ്വാസ്, സിരിക് എന്നിവിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടന്നു. ഇറാൻ-ഇറാഖ് അതിർത്തിയിലെ ഷലാംചെ അതിർത്തിയിൽ US നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബുഷേഹറിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും അതിമഷ്ക് നഗരപ്രാന്ത പ്രദേശങ്ങളിലും US മിസൈലുകൾ പതിച്ചു. അതിനിടെ ചെങ്കടലിൽ സൗദി അറേബ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാന്റെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. കൊല്ലപ്പെട്ട 4 US സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ പങ്കെടുത്ത ട്രംപ് ഇറാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് വ്യക്തമാക്കി. ഇറാനുമായുള്ള യുദ്ധത്തെ ഒരു ചെറിയ പോരാട്ടം മാത്രമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ജോർജിയയിലെ മരിയറ്റയിൽ ട്രംപ് അക്കൗണ്ട് സംരംഭത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുടെ ശക്തമായ ആക്രമണത്തിൽ തകർന്ന് ഇറാൻ ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അവർ അതിന് പൂർണ്ണമായി സജ്ജരല്ലെന്നും ട്രംപ് പറഞ്ഞു. ഓരോ തവണയും കരാറിലെത്തുമ്പോൾ അവർ വ്യവസ്ഥകൾ മാറ്റുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 4 അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ ട്രംപ് പങ്കെടുത്തു. ഡെലവെയറി ലഡോവർ എയർഫോഴ്സ് ബേസിലായിരുന്നു ചടങ്ങ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ രൂക്ഷ വിമർശനമാണ് ട്രംപ് ഉന്നയിച്ചത്. 18 മാസം മുൻപ് രാജ്യം വലിയ തകർച്ചയിലായിരുന്നുവെന്നും ജോ ബൈഡനും ഇടതുപക്ഷ ഡെമോക്രാറ്റുകളും ചേർന്ന് 48 വർഷത്തെ ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് സൃഷ്ടിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇന്ന് ലോകം അമേരിക്കയെ നോക്കി ചിരിക്കുന്നില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കൻ ഭീഷണികൾക്ക് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തി. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും നിർണായകമായ മറുപടി നൽകുമെന്നും ഇതിന് സഹായിക്കുന്നവരെയും നിയമാനുസൃത ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ചെങ്കടലിൽ സൗദി അറേബ്യയുടെ എൻസെലിയ, ലൈല എന്നീ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സൗദി തീരത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുണ്ടായ ആക്രമണത്തിൽ എൻസെലിയ കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടിച്ചതായി സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും UK MTOയും സ്ഥിരീകരിച്ചു. ജീവനക്കാർ സുരക്ഷിതരാണ്. ബാബ് അൽ മന്ദബ് കടലിടുക്കിലെ ഗതാഗതത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തെ കപ്പലുകൾ അടുക്കാൻ അനുവദിക്കാത്തതും എണ്ണ വരുമാനം തടഞ്ഞുവെച്ചതും കാരണം യമനിലെ 70% വരുന്ന ജനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ സൗദി തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏത് കപ്പലും ലക്ഷ്യമിടുമെന്ന് ഹൂതി കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകി. അതേസമയം സൗദിക്കെതിരായ ഉപരോധ ഭീഷണി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഹൂതികളെ കൈകാര്യം ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ എണ്ണ കയറ്റുമതിക്കായി സൗദി അറേബ്യ ആശ്രയിച്ചിരുന്നത് ബാബ് അൽ മന്ദബ് കടലിടുക്കായിരുന്നു. ഇതിനിടെ ഇറാനെതിരെ US തുടർച്ചയായി 12ാം ദിവസവും ആക്രമണം നടത്തി. ഇറാൻ നാവികാസ്തികൾ, മിസൈൽ, ഡ്രോൺ സംഭരണ സൗകര്യങ്ങൾ, തീരദേശ നിരീക്ഷണ സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിൽ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഈ ആക്രമണങ്ങൾ ഇറാനിലെ സാധാരണക്കാരെയും വാണിജ്യ കപ്പലുകളെയും ആക്രമിക്കാനുള്ള കഴിവിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും US അവകാശപ്പെട്ടു. 50,000-ത്തിലധികം അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അവർ അതീവ ജാഗ്രതയോടും ശ്രദ്ധയോടെയും തയ്യാറെടുപ്പുകളുമായി നിലകൊള്ളുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.